ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനങ്ങൾ ഇപ്പോൾ എന്നിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്ന ഓരോ ദൈവത്തിൻ്റെ വചനങ്ങളും അത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്നതാണ്. ഈ ലോകത്ത് ആർക്കും തരാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമുക്കൊരു വയ്യായിക വന്നു പോയാൽ, നമുക്കൊരാപത്ത് വന്നു പോയാൽ നമ്മെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനൊക്കെ ആൾക്കാരുണ്ടാവാം. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. ഒരു പരിധി കഴിഞ്ഞ് ആരും നമ്മെ സ്നേഹിക്കയില്ല സഹോദരങ്ങളെ. പക്ഷെ ദൈവത്തിന് പരിധിയില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിന് പരിധിയില്ല. ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ പലപ്പോഴും നമ്മെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലായിരുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെയും ദൈവമാണ് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകിയത്. പലപ്പോഴും ആരുടെയെങ്കിലും വായിൽ നിന്നൊരു സമാധാന വാക്ക് അല്ലെങ്കിൽ ഒരു അനുഗ്രഹത്തിൻ്റെ വാക്ക് കേൾക്കാനായിട്ട് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ വായിൽ നിന്നൊന്നും ഒരു നല്ല വാക്ക് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പലപ്പോഴും നാം ഒന്ന് ചിന്തിക്കണം. പലപ്പോഴും നാം ആർക്കൊരു ദ്രോഹം ചെയ്തില്ല എങ്കിൽ പോലും, നമ്മൾ ആരെയും നശിപ്പിച്ചില്ല അല്ലെങ്കിൽ ആരെയും ദ്രോഹം ചെയ്തില്ല എങ്കിൽ പോലും നമ്മെ ദ്രോഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം. പക്ഷേ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരിക്കലും അതൊന്നും കേട്ട് വിഷമിക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോട് ആദ്യമേ പറയട്ടെ, പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആ വ്യക്തിയെ ഒരിക്കലും പിശാചിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ വചനങ്ങളെ ധ്യാനിക്കുകയും ദൈവത്തോട് ആത്മാർത്ഥമായ ബന്ധമുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും പിശാചിന് തൊടുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ അവനെ തൊടുവാൻ സാധ്യമുള്ളൂ. നമുക്കറിയാം, ഇയ്യോബ് എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ഭക്തൻ. ആ ഭക്തൻ ദൈവത്തെ അധികമായി സ്നേഹിച്ചു എന്ന് ദൈവം തന്നെ പറയുകയാണ്. അവൻ നല്ലവനാണ്, അവൻ നീതിമാനാണ്, അവൻ ദോഷം വിട്ട് അകന്നവനാണെന്ന് ദൈവം പറയുകയാണ്. അവനെ ദൈവം പരീക്ഷിച്ചു. പലവിധമാവുന്ന സങ്കടങ്ങളും പലവിധമാവുന്ന പ്രശ്നങ്ങളും അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. പിശാചിനെ പരീക്ഷിക്കുവാൻ വേണ്ടി ദൈവം ഇടം കൊടുത്തു. ദൈവം ഒരു വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രാർത്ഥന എന്ന വേലി ഇയ്യോബിനുണ്ടായിരുന്നു. ആ വേലിയെ ദൈവം തന്നെയാണ് തുറന്നു കൊടുത്തത്. എന്തിനു വേണ്ടിയാണ്? ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ വേണ്ടി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലവിധമാവുന്ന പരീക്ഷണങ്ങളൊക്കെയും കടന്നു വരാം. ആ പരീക്ഷണത്തിൽ നാം ജയിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുകയാണ്. പലവിധമാവുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പലപ്പോഴും പിശാച് നമ്മെ തള്ളിയിടുവാൻ നോക്കും. പല വാക്കുകൾ കൊണ്ടും കുത്തുവാക്കുകൾ കൊണ്ടും. എന്താ കുത്തുവാക്കെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തെ വേദനപ്പെടുത്തുന്നതായിട്ടുള്ള വാക്കുകളാണ് കുത്തുവാക്കുകൾ എന്ന് പറയുന്നത്. പലപ്പോഴും നാം ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും പല വാക്കുകൾ കൊണ്ട് നമ്മെ വേദനപ്പെടുത്തുക, നമ്മെ തള്ളിയിടുക എന്നാണ് പിശാചിൻ്റെ പ്ലാൻ. അത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മെ ആരെന്തു പറഞ്ഞോട്ടെ, ആക്ഷേപിച്ചോട്ടെ, പരിഹസിച്ചോട്ടെ, എന്തു വേണം ആയിക്കോട്ടെ, പക്ഷേ നാം ആരായിരിക്കണം? നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഏത് പ്രതികൂല ഘട്ടങ്ങളിലും നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷമുള്ളപ്പോൾ നമുക്ക് ദൈവത്തെ വേണ്ട. ഒരിക്കലും അത് പാടില്ല സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ളപ്പോഴും ദുഃഖം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴൊക്കെയും നാം ആ സമയത്തൊക്കെയും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദുഃഖത്തിലായാലും ശരി, സമാധാനത്തിലും സന്തോഷത്തിലും നാം ഇരിക്കുമ്പോഴായാലും ശരി, എപ്പോഴും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി തീരണം. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വന്ന് നമുക്കറിയില്ല. എപ്പോഴാണ് ഒരു അപകടം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നാം രാവിലെ ജോലിക്ക് പോകാനായിട്ട് വാഹനം എടുക്കുമ്പോൾ തന്നെ നാം അതിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഓരോ വഴികളിലും നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ല. പ്രാർത്ഥിക്കുന്നവനെയാണ് പിശാചിന് നോട്ടം. പ്രാർത്ഥിക്കാത്തവനെ പിശാചിന് വേണ്ട.
നമ്മളെപ്പോൾ തള്ളിയിടുവാനാണ് പിശാച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് 118 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി. പിശാച് പലപ്പോഴും നമ്മെ തള്ളിയിടുവാൻ ആഗ്രഹിച്ചാലും പലവിധമാവുന്ന പ്രതികൂലങ്ങൾ കൊണ്ടിടും, പ്രതിസന്ധി കൊണ്ടിടും, പരിഹാസങ്ങൾ കൊണ്ടിടും, ആക്ഷേപങ്ങൾ കൊണ്ടിടും. ഇതൊക്കെയും കൊണ്ടാണ് ഒരു വ്യക്തിയെ പിശാച് തള്ളിയിടുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നാം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കും നമുക്ക് ദോഷം ചെയ്യുന്നത്. പലപ്പോഴും നാം പറയും, ഒരിക്കലും എൻ്റെ കൂട്ടുകാരൻ ഒരിക്കലും എന്നെ ചതിക്കയില്ല, അല്ലെങ്കിൽ അവൾ എന്നെ ചതിക്കയില്ല എന്ന് പലപ്പോഴും നാം ഒരാളെ അധികമായി വിശ്വസിക്കും. നമുക്ക് വിശ്വാസമുണ്ട് അവൾ എന്നെ ചതിക്കയില്ല, അല്ലെങ്കിൽ അവൻ എന്നെ ചതിക്കയില്ല. എന്നാൽ ദാവീദ് പറയുന്നത് 41 സങ്കീർത്തനം അതിൻ്റെ 9 വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നോനുമായ എൻ്റെ പ്രാണ സ്നേഹിതന് പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ദാവീദ് ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളാണ് ദാവീദിന് ശത്രുക്കളായി തീർന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പലപ്പോഴും നാം ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും പലപ്പോഴും നമുക്ക് ശത്രുക്കളായി തീരുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം, യേശു കർത്താവിൻ്റെ കൂടെ നടന്ന ഒരു ശിഷ്യനാണ് യൂദ. കർത്താവ് കൊടുക്കുന്ന ആഹാരവും വാങ്ങി കഴിച്ചുകൊണ്ട് കർത്താവിൻ്റെ പുറകേ നടക്കുന്നൊരു ശിഷ്യനായിരുന്നു യൂദ. കർത്താവിനെ ഒറ്റിക്കൊടുപ്പാൻ തക്കവണ്ണം തനിക്ക് മനസ്സ് വന്നു. അപ്പോൾ അവിടെ വായിക്കുന്ന, വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നനുമായ എൻ്റെ പ്രാണസ്നേഹിതന് പോലും എന്നെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം അവിടെ വായിക്കുന്നു. നാം ഏത് പ്രതികൂലങ്ങളും ഏത് പ്രതിസന്ധികളും നാം വീഴാതിരിക്കണമെങ്കിൽ നാം പ്രാർത്ഥന ഉള്ളവരായിരിക്കണം. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. എന്ന് വെച്ച് ഒരു ജോലിയും ഒന്നും ചെയ്യാതെ, വീട്ടിലൊരു ജോലിയൊന്നും ചെയ്യാതെ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നാം എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ദൈവത്തിൻ്റെ ആ ഒരു ചിന്ത ഉണ്ടാവണം. എപ്പോഴും ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം തന്നെ ഉണ്ടാകും. കാരണം എന്നെ ദൈവം അനുഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവത്തെ ആരധികമായി സ്നേഹിക്കുവാൻ മനസ്സ് വയ്ക്കുന്നോ ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കും. അത് ഉറപ്പാണ്, അതിൽ യാതൊരു സംശയവുമില്ല. 121 സങ്കീർത്തനത്തിൽ അതിൻ്റെ 3 വാക്യത്തിൽ വായിക്കുന്നു, നിൻ്റെ കാൽ വഴുതുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല. നാം തകർത്ത് കളയുവാൻ, നമ്മെ ഇല്ലാതാക്കുവാനും പിശാച് ആഗ്രഹിച്ചാൽ പോലും നാം ദൈവത്തോടുള്ള ബന്ധം, അല്ലെങ്കിൽ നാം ദൈവത്തെ അധികമായി സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കാല് വഴുതുവാൻ ദൈവം അനുവദിക്കുകയില്ല. 139 സങ്കീർത്തനം പറയുന്നു, നിൻ്റെ നടപ്പും നിൻ്റെ കിടപ്പും ഞാൻ അറിഞ്ഞിരിക്കുന്നു, ഞാൻ അറിയുന്നു. നിൻ്റെ നിരൂപണമൊക്കെ ഞാൻ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം നടക്കുന്ന ഓരോ ചുവടുകളും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരിക്കലും സാത്താൻ നമ്മളെ തള്ളിയിടുവാൻ ഒരിക്കലും കഴിയുകയില്ല. 18 സങ്കീർത്തനം അതിൻ്റെ 36 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ കാലടി വയ്ക്കേണ്ടതിന് നീ വിശാലത വരുത്തി, എൻ്റെ നരിയാണികൾ വഴുതിപ്പോയതുമില്ല. നാം ഓരോ ദിവസവും നമ്മുടെ കാലുകൾ വയ്ക്കും തോറും നമ്മെ വീഴ്ത്തുവാൻ ആഗ്രഹിക്കുന്നത് വീഴുന്നതല്ലാതെ ഒരിക്കലും നമ്മെ തകർത്ത് കളയാൻ സാധ്യമല്ല സഹോദരങ്ങളെ. നാം ഓരോ കാലടി വയ്ക്കും തോറും നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ ഭൗതിക ജീവിതത്തിലും നാം ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കാലടികൾക്ക് ദൈവം വിശാലത വരുത്തു എന്നാണ് 18 സങ്കീർത്തനം 36 വാക്യത്തിൽ അവിടെ കാണാൻ സാധിക്കുന്നു. ഞാൻ കാലടി വയ്ക്കേണ്ടതിന് അങ്ങ് വിശാലത വരുത്തി, എന്നെ നരിയാണികൾ വഴുതിപ്പോയതുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരിക്കലും നമ്മുടെ കാൽ വഴുതുവാൻ ദൈവം അനുവദിക്കുകയില്ല. നമ്മളെ തള്ളിയിടുവാൻ അനേകരുണ്ടാവും, നമ്മളെ നശിപ്പിക്കുവാൻ അനേകരുണ്ടാവും. നാം അതൊന്നും കാര്യമാക്കണ്ട. നാം ഒരിക്കലും പ്രതികാരം ചെയ്യുന്നവരായിട്ടല്ല. പ്രതികാരം ദൈവത്തിനുള്ളത്. ഒരിക്കലും ആരോടും വെറുപ്പോ പകയോ പിണക്കോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. അതൊന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും സ്നേഹിക്കാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണോ, ദൈവത്തെ വിശ്വസിക്കുന്നവനാണോ, ഒരിക്കൽ നിന്നെ തള്ളിയിടുവാൻ സാത്താന് കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.